ചെറിയ പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് വാസു. വാസുവിന് ഏകദേശം പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ അറിയാം. അതുപോലെ വാസുവിന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ പിണറായി വിജയനും അറിയാം. ഇപ്പൊ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ വാസു പറഞ്ഞു, എൻ്റെ ഒരു പേപ്പർ തന്നു, ഞാനതങ്ങ് ഒപ്പിട്ട് കൊടുത്തു, അതിലപ്പുറം ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, ഇവന്മാര് കൊള്ള നടത്താനാണ് ഇത് കൊണ്ടുവന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് വാസു പറയുന്നത്. ഇപ്പോ മൊത്തത്തിൽ ഈ വാസു എന്തൊക്കെ പറഞ്ഞു എന്നുള്ള ഭയത്തിലാണ് CPM മുഴുവൻ. കാരണം വാസുവിനെ സംബന്ധിച്ച് താൻ പിടിക്കപ്പെട്ടാൽ അങ്ങനെ ഇപ്പോൾ കൂടെ ഉള്ളവര് സുഖിക്കണ്ട എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാകും. അത്തരത്തിൽ വാസു എന്തെങ്കിലും പറഞ്ഞു കാണുമോ? വൻ മരങ്ങൾ വീഴാൻ സാധ്യതയുണ്ടോ CPM-ല്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ കേസിന്റെ ഒരു പ്രത്യേകത, ഈ കേസിനകത്തൊന്നും ഊരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര ശ്രമിച്ചാലും ഊരിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഇതിനകത്ത് 2 FIR ഉണ്ടല്ലോ. ഇതിനകത്ത് ആദ്യത്തെ ഇതിനകത്ത് കോടതി ഇത് അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന കോടതി കോടതിയുടെ രേഖയ്ക്കകത്തുള്ള അതിനകത്ത് പ്രതി ചേർക്കുന്നതിനകത്ത് ഒരു ചൂണ്ടി ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞില്ലേ, ദേവസ്വം ബോർഡ് മെമ്പർ അറിഞ്ഞില്ലേ, ഇതിനകത്ത് ഒപ്പിട്ട തന്ത്രി അറിഞ്ഞില്ലേ, മേൽശാന്തി അറിഞ്ഞില്ലേ, മുരാരി ബാബു അറിഞ്ഞില്ലേ, ഈ പറയുന്നത് മറ്റേ ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞില്ലേ, ഇങ്ങനെ അവരെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും പേരുടെ കാര്യം കോടതിയിൽ ഇതിന് ടൈം ലിമിറ്റ് വെച്ചിട്ടാണല്ലോ, കോടതിയാണല്ലോ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. കോടതി മേൽനോട്ടം വഹിക്കുന്നതിനകത്തും കോടതിയുടെ താല്പര്യം അനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ചോളാം, ഞങ്ങളുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥനെ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഒരു ഉദ്യോഗസ്ഥ പാനൽ ഉണ്ടാക്കുന്നു. ആ പാനലിൻ്റെ അകത്ത് ഈ പറയുന്നത് ഇതുപോലെ വേണമെങ്കിൽ ഇയാളുടെ നിയന്ത്രണത്തിന് അപ്പുറം എത്ര വിശ്വസ്തനാന്ന് പറയുമ്പോഴും അയാൾക്ക് ആരുമായിട്ടും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഒക്കെ ബന്ധമുണ്ടെന്ന് പറയാൻ നിൽക്കുന്നത്. എന്നാൽ അയാളുടെ പാനലാണ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തേ മതിയാവത്തുള്ളൂ. ഈ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ഇതിനകത്ത് കൃത്യതയും വ്യക്തതയും വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ DGP റാങ്കുള്ള ഉദ്യോഗസ്ഥനെയാണല്ലോ ഇരുത്തിയേക്കുന്നത്. എത്ര സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും വാസുവിനെ അങ്ങോട്ട് പിടിച്ചിരുത്തുമ്പോൾ അദ്ദേഹം കയറി അങ്ങോട്ട് ഇരുന്ന് എന്തോ ചെയ്യും, ഈ കാര്യം ഒന്ന് വെളിച്ചത്ത് വരട്ടെ, അല്ലെങ്കിൽ വ്യക്തത വരട്ടെ, എനിക്ക് CPM-ആയിട്ടൊന്നും ബാധ്യതയില്ല, എനിക്കാരെയും ഫേവർ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ സത്യസന്ധനായിട്ടൊരു ഉദ്യോഗസ്ഥനാണല്ലോ, അങ്ങനെ ഞാൻ പണി ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് പല പണിയും CPM ഇവിടെ തന്നത്, അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ വെളി വരട്ടെ, കോടതി എന്നെ ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് നടത്തട്ടെ എന്ന് പറഞ്ഞാൽ വാസുവിനെ ചോദ്യം ചെയ്താലേ വാസു ഈ പറയുന്നത് പോലെ നിസ്സാരക്കാരനല്ല. ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ, ആ രീതിയിൽ അതേ പദവിയിൽ ഇരുന്ന ഒരാൾ, അയാൾക്കൊന്നും അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അയാൾ ദേവസ്വം കമ്മീഷണറായിട്ടിരിക്കുന്ന മനുഷ്യൻ, മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, പേഴ്സണൽ സ്റ്റാഫ് എന്ന് വെച്ചാൽ വലിയ വലുപ്പത്തിൽ പേഴ്സണൽ സ്റ്റാഫിൽ എന്ന് പറഞ്ഞാൽ വലിയ വലുപ്പത്തിൽ ഇരുന്ന ആളാ, പേഴ്സണൽ സെക്രട്ടറി പദവി ഇരുന്ന ആളാ. മാത്രമല്ല പിന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നു. ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ടിരിക്കുമ്പോഴാണല്ലോ 2019 ഈ ക്ലെയിം നടക്കുന്നത്. 98 ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശിയിരുന്നത് എവിടൊക്കെയാണെന്നും ഈ ആർക്കറിയത്തില്ലെന്ന് പറയുമ്പോഴും അതിന്റെ കൃത്യതയും വ്യക്തതയും വരുത്തി അറിയാൻ പറ്റുന്ന വാസുവിന് അന്ന് ഇത് ചെമ്പ് തകിടാണെന്ന് രേഖപ്പെടുത്തി കൊടുക്കുന്ന മകസർ, ആ മകസറിനകത്ത് ഒപ്പിടുക എന്ന് പറഞ്ഞാൽ അത് വാസു അറിഞ്ഞുകൊണ്ട് ഒപ്പിട്ടതാ. വാസുവിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. വാസു അറിഞ്ഞുകൊണ്ട് ഒപ്പിട്ട. വാസു മോട്ടിച്ചോ കൊണ്ടുപോയോ തിന്നോ കട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് വെച്ച്, പക്ഷേ വാസുവിന് ഒപ്പിടേണ്ടി വന്നു. അതെന്തിനൊപ്പിട്ടു? ആ സ്വർണത്തകിട് ഈ പറയുന്നത് പോലെ മകസർ തയ്യാറാക്കി കൊള്ള നടത്തുന്ന മുരാരി ബാബുവിനെ അവിടെ കൊണ്ടുവന്ന് വളരെ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കൊള്ള എങ്ങനെ നടത്തണം അല്ലെങ്കിൽ എങ്ങനെ മകസർ തയ്യാറാക്കണമെന്ന് പല കൊള്ളകളും നടത്തിയിട്ട് പരിചയമുള്ളവനെ കൊണ്ടുവന്ന് ആ സമയത്ത് അവിടെ പ്രതിഷ്ഠിച്ച് എഴുതിയിട്ട് ആണ് ഈ മകസർ തയ്യാറാക്കുന്നത്. മകസർ തയ്യാറാക്കിയിട്ട് അയാളെ ആദ്യം പിടിച്ചപ്പോൾ അയാൾ ആദ്യത്തെ മണിക്കൂറുകൾ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ അയാൾ ആദ്യം പേര് പറഞ്ഞ ആളുടെയൊക്കെ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണിച്ചു, ഞാൻ ഈ പറയുന്നത് പോലെ അന്നത്തെ കമ്മീഷനായിട്ടുള്ള വാസുവിനെ കാണിച്ചു. ഈ വാസു ആണല്ലോ പിന്നെ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ വാസു മാത്രമല്ല, ഈ വാസുവിനെ ആരുടെയൊക്കെ താല്പര്യം മറികടന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നതെന്ന് പറയാം. CPM വലിയൊരു വിപ്ലവം കാണിച്ചു എന്നൊക്കെ പറയും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മിക്കവാറും നയന്മാരായിരിക്കും, നമ്മൾ പറഞ്ഞുകൂടാ. വാസു ഈഴവനാ, വാസുവിനെ കൊണ്ടുവന്നു, ഭയങ്കര എതിർപ്പായിരുന്നല്ലോ നായർ സമുദായത്തിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ വിപ്ലവം കാണിക്കും. വിപ്ലവം ഒന്നും കാണിക്കുകയല്ല, വാസു എന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളായിരുന്നു. അല്ലെങ്കിൽ വാസു താല്പര്യങ്ങൾ സംരക്ഷിച്ചു, CPM-ന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു. ഈ CPM-ന് വേണ്ടി ചെയ്യാനാണല്ലോ ഈ സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ട്. സത്യസന്ധനാണെങ്കിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത്. ആ വാസുവിൻ്റെ ഒക്കെ അക്കൗണ്ടിൽ പോയില്ലെങ്കിൽ അത് ആരുടെയോ അക്കൗണ്ടിൽ പോയിട്ടുണ്ടല്ലോ, അത് വാസുവിന് അറിയാമല്ലോ.
അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നത്തെ കാലത്ത് ആരാന്നറിയാമല്ലോ. പുള്ളി എന്തിനാ പുള്ളിയുടെ മകന്റെ പേരിൽ കരാറ് പെട്ടെന്ന് വെളുപ്പിക്കണം, അല്ലെ അയ്യപ്പം എന്തോ പിണങ്ങുമോ? ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇതിനകത്ത് അത് മങ്ങിയിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരക്കിയപ്പോൾ പെട്ടെന്ന് ആരെയും കിട്ടില്ല, പിന്നെ എൻ്റെ മോനെ കിട്ടിയ ഞാൻ അന്നേരം ഏൽപ്പിച്ചു. മോൻ ഇത് ആരോടാ പറയുന്നത്? ഇതിപ്പോൾ വാസു വരും, വാസുവിനെ ചോദ്യം ചെയ്തു, വാസുവിനെ പ്രതിയാക്കി. അവിടെ നിർത്തിയ കാര്യം എന്തോ, വാസുവിനെ ചോദ്യം ചെയ്യുമ്പോൾ വാസുവിനെ പ്രതിയാക്കിയതിൻ്റെ കാര്യം എന്തോ, വാസുവിൻ്റെ വർത്തമാനത്തിൽ നിന്നും വാസു പ്രതിയാകുന്ന രീതിയിൽ അല്ലെങ്കിൽ വാസുവിൻ്റെ ചെയ്തിയിൽ നിന്നും വാസു പ്രതിയാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് വേറെ ചില ആൾക്കാർ പ്രതിയാവുമല്ലോ. ആര് പ്രതിയായാലും ഈ 10 കൊല്ലത്തിനകത്ത് വരുന്ന പ്രതിസ്ഥാനത്ത് ദേവസ്വം ബോർഡിനകത്ത് പ്രതി ആയിട്ട് വരുമ്പോൾ അതൊക്കെ CPM വരുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന AKG സെന്റർ അറിഞ്ഞ് ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. അന്ന് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ പേരിൽ വലിയ ഒരു 6 കോടി രൂപ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് അകത്തൊരു സംസാരം. ആ സംസാരം ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ടല്ല. 6 കോടി രൂപയുടെ അത് പൊതിഞ്ഞു വെച്ചു, അല്ലെങ്കിൽ പൊതിഞ്ഞു പിടിക്കേണ്ടി വന്നു. CPM പൊതിഞ്ഞു പിടിക്കണമല്ലോ AK സെന്ററിൽ. അദ്ദേഹം അന്നേ ക്ലെയിമിലാ ഈ ദേവസ്വം ബോർഡിനുള്ളിൽ നിന്ന് 6 കോടി രൂപ. അങ്ങനെ വലിയ കച്ചവടം ഇല്ല. തേങ്ങയുണ്ട്, ശർക്കരയുണ്ട്, അരവണയുണ്ട്, എന്തെല്ലാം ഉണ്ടെന്നറിയോ? എത്ര ആയിരം കോടി രൂപയുടെ വരുമാനം വരുന്നതോ ഇതിനകത്ത്. ചുമ്മാതെ അതുപോലെ ഓഡിറ്റില്ല അറിയാം. ഈ PWD അല്ലെങ്കിൽ ഈ അതുപോലെ അവിടുത്തെ ആ കരാറുണ്ടല്ലോ, അതിന് ഓഡിറ്റൊന്നുമില്ല. കക്കൂസിന് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം അനുവദിച്ചു. എത്ര ചിലവായത്? 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷമോ? ഓഡിറ്റില്ല. അതായത് ഇതൊക്കെ ആ രീതിയിലേക്ക് ആക്കി വെച്ചേക്കുന്നെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കൊള്ളയടിക്കാൻ, അതിന് സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കോ കൊള്ളയടിക്കാൻ വേണ്ടി. ഇതാര് ചോദിക്കാൻ, ആര് പറയാം? വന്ന് കൊണ്ടുവന്നു തലക്കുഴിഞ്ഞിടുന്നു, അവന്മാർ വാരിക്കൊണ്ട് പോകുന്നു, ബാക്കി അവിടെ കൊടുക്കുന്നു, മിച്ചം വയ്ക്കുന്നു, കുറെ കൊണ്ട് ബാങ്കിലിടുന്നു, അതിനകത്തൊന്ന് പിന്നെയും ഇതേ രീതിയിലേക്ക് പോവല്ലേ. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് CPMന്റെ നേതാക്കന്മാരാണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വരുന്നത്. ഈ 10 കൊല്ലത്തിനകത്ത് കമ്മീഷണറായിട്ട് വരുന്നത് അവരുടെ താല്പര്യമുള്ളവർ, കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസിന്റെ ആൾക്കാർ. ഇപ്പം ഈ പറഞ്ഞത് ഈ വിഷയം വരുമ്പോൾ ഇവരുടെ അങ്ങനെ ഇപ്പം മുരാരി ബാബു എന്ന് പറഞ്ഞത് യൂണിയന്റെ ആളാ. മുരാരി ബാബുവിനെ ഈ പറഞ്ഞ ഇപ്പൊ പ്രതിയായല്ലോ, അല്ലെങ്കിൽ വന്നല്ലോ. അതിനകത്ത് മുരാരി ബാബു ആണല്ലോ ഏറ്റവും അവസാനം അയ്യപ്പ സംഗമത്തിന് വരെ നേതൃത്വം കൊടുത്തത്. പറയുന്ന NSSനെ ഇതിനകത്ത് കൊണ്ടുവന്നത് മുരാരി ബാബു ആണെന്നാ പറയുന്നത്. അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അതേ രീതിയിലുള്ള മുരാരി ബാബു അല്ലേ ഇപ്പം നിൽക്കുന്നത്. ഇപ്പം ആരാ വാസു എങ്ങനെ പ്രതിയാവുന്നത്? ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM അല്ലേ? അതിനുശേഷം ദേവസ്വം ബോർഡ് വാസു വന്നതിന് ശേഷം വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM അല്ലേ? CPM എന്ന് പറഞ്ഞാൽ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുന്ന ആളല്ലേ? അദ്ദേഹത്തിന്റെ പേര് അഡിയേഷൻ ഒന്നും ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഇപ്പം ദേവസ്വം ബോർഡ് മന്ത്രി CPM അല്ലേ? പണ്ടത്തെ അല്ലേ? അതിനുശേഷം വന്ന MP CPM അല്ലേ? അല്ലേ പറയാ. ഇപ്പൊ ഇരിക്കുന്ന മന്ത്രി പാർട്ടി സെക്രട്ടറി. അപ്പൊ ഇതിനകത്ത് അവരൊക്കെ അല്ലേ, അവർ അറിയാതെ നടക്കുമോ? എങ്ങനെ നടക്കുമെന്നായി പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രതികളായിട്ട് വളരെ വലിയ വലുപ്പത്തിൽ CPM നേതാക്കന്മാർ വരും. അതിന്റെ മുന്നോടിയാണ് അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് പോകുന്നത്. വാസു പ്രതിയായിട്ടുണ്ടെങ്കിൽ വാസുവിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട്, കാരണം അദ്ദേഹത്തെ പ്രതിയാക്കണമെങ്കിൽ അദ്ദേഹം ഇരുന്നത് ജുഡീഷ്യറി കമ്മീഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പോസ്റ്റുകളിലാണ്. നിസ്സാരമായിട്ടുള്ള ഒരാളെ പ്രതിയാക്കാൻ ഒക്കത്തില്ല തന്നെ. അല്ലാതെ ഇത് ചോദ്യം ചെയ്യുന്ന ആളെ മനസ്സിലാവുന്നില്ല. എന്തിനെ പ്രതിയാക്കി? എൻ്റെ പ്രതിയാക്കാൻ എൻ്റെ പേരിൽ കൃത്യമായ എവിഡൻസോ പ്രതിയാക്കാൻ പറ്റിയ പ്രാപ്തമായിട്ടുള്ള രേഖകളോ ഉണ്ടോ എന്ന് നാളെ കാലത്തെ കോടതി ചോദിക്കും. പ്രതിയാക്കിയ ഉദ്യോഗസ്ഥന്മാരെ ചിലപ്പോൾ പെൻഷൻ മേടിക്കാൻ പറ്റാതെ വരും. അപ്പൊ വാസുവിനെ പ്രതിയാക്കണമെങ്കിൽ, വാസു പ്രതിയാവണമെങ്കിൽ അതിനകത്ത് ഇനിയും പ്രതിയാകുന്ന ആൾക്കാർ CPMന്റെ വമ്പന്മാരായിരിക്കും. അതിനകത്ത് MP ഉണ്ടെങ്കിൽ അതിശയപ്പെടേണ്ട, MLA ഉണ്ടെങ്കിൽ അതിശയപ്പെടേണ്ട, മന്ത്രിമാരുണ്ടെങ്കിൽ അതിശയപ്പെടേണ്ട. കൂട്ടത്തോടെ ചിലപ്പം ഒരു ജയിലിൽ ഒരു പലായനം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു ബോഗി നമ്മൾ ഈ ചെയ്തിട്ടും പോലെ കൂട്ടത്തോടെ ജയിലിൽ ഒരു ഇതങ്ങ് ബ്ലോക്ക് അങ്ങ് നല്ല പ്രതീക്ഷയും. കാരണം എന്താണെന്നറിയാം, ആ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കാര്യമുണ്ട്, കോടതി അതിന്റെ പുറകിൽ. കോടതി ആയതുകൊണ്ടും ഇതിനകത്ത് താല്പര്യമനുസരിച്ച് വെച്ചേക്കുന്ന ഉദ്യോഗസ്ഥൻ, DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഇവരെ ഫേവർ ചെയ്യേണ്ടാത്തതുകൊണ്ടും അത് കൃത്യമായിട്ട് ഇപ്പം നമ്മൾ താമസിക്കുമ്പോൾ കുറ്റം പറയുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ട് താമസിക്കുന്നത് ഒതുക്കാനാണോ? രണ്ടും വരാം. പമ്മുന്നത് പേടിച്ചും പമ്മാൻ, ചാടാനും പമ്മാൻ. മനസ്സിലാവുന്നില്ല? പേടിച്ചു. ഇത് പെല്ലെന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി തെളിവുകൾ ശേഖരിച്ചാണ് ഈ അറസ്റ്റിലേക്ക് പോകുന്നതുണ്ടെങ്കിൽ വലിയ അപകടമാണ്. ആ ഗൂഢാലോചന ഉൾപ്പെടെ പൊളിച്ചു കൊടുക്കാനുള്ള രീതിയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് ഈ വാസു പ്രതി എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, വാസുവിനെ പ്രതിയാക്കണമെങ്കിൽ അതിനകത്ത് ശകലം കാര്യങ്ങളുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്.
കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പുറകിൽ ഇപ്പം 1 by 1 ആയിട്ട് അയ്യപ്പൻ്റെ അരിവരാസനം എഴുതിയ ആൾക്കാരും ഒക്കെ വരും, അതിൻ്റെ കുടുംബക്കാരും ഒക്കെ വരും. ആരാന്നൊക്കെയുള്ള കാര്യം അറിയാമല്ലോ. അയ്യപ്പനുമായിട്ട് അടുത്ത ബന്ധം അരിവരാസനവും അതിനുശേഷം അന്നിരുന്ന ഞാൻ ഇരുന്നപ്പോഴാണ് നടന്നതെന്ന് പറഞ്ഞ ആളും എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ ആളും ഈ ശബരിമല ദേവസ്വം മന്ത്രിയായിട്ട് ഇരുന്നതിന് ശേഷം MP ആയിട്ടുള്ള ആളും വരട്ടെ. നമ്മൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഗൂഢാലോചന വളരെ കൃത്യമായിട്ട് വെളിയിൽ വരട്ടെ. ഇത് മാത്രമല്ല, ഇത് കൊള്ളയടിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമായിട്ട് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു കൊള്ളസംഘം അതിൻ്റെ പിറകിലുണ്ട്. അതിനുവേണ്ടി കൊള്ളയടിക്കാൻ വേണ്ടി അവരെ എങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും CPM-ന്റെ ഒരു കൂട്ടപ്പാലായനം വൃത്തിയായിട്ട് അന്വേഷിക്കാമെങ്കിൽ വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നിസ്സാര കൊള്ളയല്ല, വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു കൊള്ള അവിടെ നടന്നിരിക്കുന്നു എന്ന് വേണം ഈ വാസു പ്രതിയായതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.